ഗ്ലോബൽ കേരള ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഹാർട്ട് ബീറ്റ്സ് ട്രോമ കെയറിന്റെ ചെയർമാനായ നാദർ ഷാ സാറാണ്. നമസ്കാരം സർ. നമസ്കാരം സർ, എന്താണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്ന വ്യത്യസ്തത? നമ്മള് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു മനുഷ്യന് മറ്റൊരു മനുഷ്യന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് ആരും കൊടുക്കാത്ത ഒരു സംഗതി, ഒരു സമയം എന്ന് പറയുന്നത്. നമ്മൾ അവരോടൊപ്പം ചെലവഴിക്കുന്ന സമയമാണ് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യസ്തതയാണ് നമ്മൾ ഇന്നും കഴിഞ്ഞ 21 വർഷമായിട്ട് ഞങ്ങൾ ബാംഗ്ലൂരിൻ്റെ ഈ സിറ്റിയിൽ നേരിട്ട് ലൈവായിട്ട് നിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഏതൊക്കെ മേഖലകളിലാണ് ഇപ്പോൾ നടത്തി വരുന്നത്? നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു രോഗം വന്നു, അവർക്ക് ചികിത്സിക്കാനുള്ളൊരു വലിയൊരു സാമ്പത്തിക ഭാരം അവർക്ക് വരുന്ന സമയത്ത് അവരുടെ ആ ഒരു റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും പഠിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ സാധിക്കും എന്ന് ആലോചിച്ച് അവർക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്യുന്ന അല്ലെങ്കിൽ ചികിത്സകൾ കിട്ടുന്ന സ്ഥലങ്ങൾ അന്വേഷിക്കുകയും അതിന് വേണ്ടുന്ന എന്തൊക്കെ ഡോക്യുമെന്റ്സുകൾ അവരോടൊപ്പം ഉണ്ട് എന്ന് നോക്കി, അതില്ലാത്ത ഡോക്യുമെന്റ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റൽ അവരോട് വരാൻ പറയുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ കേരളത്തിലുള്ള ഒരാളുടെ റിപ്പോർട്ടായിരിക്കും നമ്മൾ കളക്ട് ചെയ്യുക. ആ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു പക്ഷേ അത് ഒരു കർണാടക പോലെയുള്ള ഒരു സ്ഥലത്തായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ഭാഷയുടെ പ്രശ്നം, ഇവിടെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു സമയത്ത് അവരോടൊപ്പം അവർ വരുന്ന സമയം മുതൽ അവർ തിരിച്ചു പോകുന്നത് വരെ ഒരു പക്ഷേ 5 മണിക്കൂറോ 6 മണിക്കൂറോ അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയൊരു കാര്യം. ഒരു പക്ഷേ നമുക്ക് ഒരാൾക്ക് ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു 500-1000 രൂപയോ കൊടുക്കാൻ സാധിക്കും. പക്ഷേ അവരോടൊപ്പം ഒരു 4-5 മണിക്കൂർ നിൽക്കുക എന്ന് പറയുന്നത്, ആ നിൽക്കുന്ന ആളുടെ അല്ലെങ്കിൽ അവരോടൊപ്പം ചെലവഴിക്കുന്ന ആ ഒരു സമയം അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ആവാം, കുടുംബമാവാം, ഒരുപാട് കാര്യങ്ങളുണ്ടാകും. സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. അദ്ദേഹത്തിന് ഏറ്റവും വിലപ്പെട്ടതൊന്ന് കഷ്ടത അനുഭവിക്കുന്ന ഒരാൾക്ക് നൽകുക എന്നുള്ളതും അതിലൂടെ അവർക്ക് ആശ്വാസം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ജീവകാരുണ്യം എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇത് ഏതൊക്കെ സ്ഥലത്താണ് നടത്തി വരുന്നത്? നമ്മൾ ഇത് ഇപ്പോൾ കേരളം, കർണാടക, അതുപോലെ തന്നെ തമിഴ്നാട്, മഹാരാഷ്ട്ര, പിന്നെ അതുപോലെ തന്നെ GCC കൺട്രീസിൽ നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് രോഗങ്ങൾ വന്ന് ബുദ്ധിമുട്ടുന്ന സമയത്ത് അവിടെ ട്രീറ്റ്മെൻറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നാട്ടിലെ ചികിത്സ വേണം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ രോഗങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ വന്ന ആളുകളോടൊപ്പം നിൽക്കുന്ന നമ്മളെ പോലത്തെ കുറേ സഹോദരങ്ങളുണ്ട്. അവരെ ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. ഇതിൽ ഞങ്ങൾക്ക് വലിയൊരു നെറ്റ്വർക്ക് ടീമുണ്ട്. അത് ഏറ്റവും വലിയൊരു സന്തോഷം തരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളോടൊപ്പം നിൽക്കുന്ന ആ ഒരു ടീമിലെ ഒരു ഏജ് എന്ന് പറയുന്നത് 19, 20, 22 വയസ്സ് മുതലുള്ള നമ്മുടെ കുട്ടികളാണ്. അപ്പോൾ അവർ ഒരു രോഗികൾക്ക് വേണ്ടി ഒരു സ്ഥലത്ത് അവരോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ഒന്നിനും സമയമില്ല. ആരോടൊപ്പം കുടുംബത്തിൽ പോലും 2 മിനിറ്റോ 5 മിനിറ്റോ സമയം ചെലവാക്കാത്ത അങ്ങനെയുള്ള ആ ഒരു കുട്ടികളെ ഒരു രോഗികൾക്ക് വേണ്ടി മണിക്കൂറുകളോളം അവർ നിൽക്കുക എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ ആദ്യ പടവ് വിജയിച്ചു എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയം. നമസ്കാരം മാം. മാമിന് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, എല്ലാം അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് പറയാനുള്ളത്. സംസാരം കുറവും പ്രവർത്തനം കൂടുതലുള്ള ഒരാളാണ്. നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ എല്ലാം പെർഫെക്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഈ ജീവകാരുണ്യത്തിൽ ഏറ്റവും കൂടുതൽ ആദ്യം പഠിക്കേണ്ടത് നമ്മൾ ഏത് കാര്യത്തിൽ ഇടപെടണം, ഏത് കാര്യത്തിൽ ഇടപെടരുത് എന്നുള്ളതാണ്. ഏത് കാര്യത്തിൽ ഇടപെടരുത് എന്ന് വ്യക്തമായി പറഞ്ഞു തരികയും ഏത് കാര്യത്തിൽ ഇടപെടണമെന്ന് വ്യക്തമായി പറഞ്ഞു തരികയും ചെയ്യുന്ന ഏറ്റവും വലിയൊരു ബാക്കപ്പാണ് എൻ്റെ പ്രിയപ്പെട്ടവൾ. എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭാര്യ മാത്രമല്ല, ഏറ്റവും വലിയൊരു സുഹൃത്തും നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ ഏറ്റവും വലിയൊരു ബാക്കപ്പുമാണ്. ഈ ഓർഗനൈസേഷൻ ഇന്ന് വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഞാൻ 100% മാർക്ക് എനിക്കല്ല. കാരണം നമുക്കിത് ഓടി നടന്ന് പ്രവർത്തിക്കാൻ മാത്രമേ അറിയൂ. ഇത് എവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും കറക്റ്റായിട്ട് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവളാണ്. അതുകൊണ്ടാണ് ഈ ഓർഗനൈസേഷൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ നോക്കിയാൽ അറിയാം, ഹാർട്ട് ബീറ്റ്സ് എന്നാണ്. ഹാർട്ടും ബീറ്റ്സും ആണ്. ഞാൻ ഹാർട്ടും ഇത് ബീറ്റ്സും ആണ്. ഹൃദയത്തുടിപ്പുകൾ എന്ന് പറയും. ഇത് രണ്ടുപേരും ചേർന്നതല്ലാതെ ഇതിലൊരു പ്രവർത്തനവും നടക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും എപ്പോൾ എന്ത് പ്രവർത്തനത്തിലും രണ്ടുപേരുടെയും കയ്യൊപ്പ് ചാർത്തുകയും ചെയ്യുന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പൊ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഈ ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്?
നമ്മൾ മെയിനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഒരാളുകളിന് വേണ്ട ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഒരു വലിയ സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്ന സമയങ്ങളിൽ പിന്നെ അവർക്ക് സാമ്പത്തിക പ്രതിസന്ധി താങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ള ഒരു ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കുക. അതൊരു വോളണ്ടറി സിസ്റ്റം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് ചെയ്യുന്നത് ക്യാൻസർ പേഷ്യന്റിന് വേണ്ടുന്ന സഹായങ്ങൾ, അതുപോലെ തന്നെ ഡയാലിസിസ് പേഷ്യന്റിന് വേണ്ടുന്ന സഹായങ്ങൾ, അതുപോലെ തന്നെ തെരുവോരങ്ങളിൽ ഒറ്റപ്പെട്ടു പോയവരെ നമ്മുടെ കൈകളിൽ എത്തുന്ന സമയത്ത് അവരെ കറക്റ്റായിട്ടുള്ള സ്ഥലങ്ങളിൽ എത്തിക്കൽ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും സാധാരണക്കാർക്ക് വേണ്ടുന്ന ഒരു വോളണ്ടറി സിസ്റ്റം, അതുപോലെ തന്നെ ബ്ലഡ് പെട്ടെന്ന് ഒരു ആവശ്യം വരുന്ന സമയത്ത് ബ്ലഡുകൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്, ബ്ലഡ് ബാങ്കുകളുമായി സഹകരിച്ച് അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. പിന്നെ നമുക്ക് ആംബുലൻസ് സർവീസ് ഉണ്ട്. ഓൾറെഡി ഇപ്പോൾ കർണാടകയിലാണ് അതിൻ്റെ ആംബുലൻസ് സർവീസ്. അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ESI പ്രോജക്റ്റിൽ കർണാടകയുടെ ആദ്യ 5G പ്രോജക്റ്റ്, 5G ആംബുലൻസ് പ്രോജക്റ്റ് ഹാർട്ട് ബീറ്റ് ട്രോമ കെയറിൻ്റെതാണ്. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ കേരളത്തിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പേഷ്യൻസ് ഉണ്ടല്ലോ, അപ്പൊ അവർക്ക് എന്തൊക്കെ സഹായങ്ങളാണ് സാർ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ഫോർ എക്സാമ്പിൾ നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾ നിമാൻസ് ഹോസ്പിറ്റലിൽ വരുന്നുണ്ടാവും. ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് രോഗികൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ് നിമാൻസ്. മെൻ്റൽ ഹെൽത്തുമായിട്ട് ന്യൂറോ ആയിട്ട് നമ്മുടെ നാട്ടിലുള്ള പല ഹോസ്പിറ്റലുകളിൽ നിന്ന് റെഫറൽ ചെയ്തിട്ട് ഇവിടെയാണ് വരിക. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് ടോക്കൺ എടുക്കേണ്ടത്, ഇതെങ്ങനെയാണ് കാണിക്കേണ്ടത്, എവിടെയാണ് പോകേണ്ടത് ഒന്നും അറിയാത്ത ആളുകളുണ്ടാവും. അപ്പോൾ ഓൾറെഡി നമ്മുടെ നമ്പറുകൾ ഇഷ്ടംപോലെ സ്പ്രെഡുകളിലുണ്ട്. പല ആളുകളുടെ നമ്പർ ഉള്ളത് കൊണ്ട് അവർ വിളിക്കുന്ന സമയത്ത് സഹായം ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവർ വരുമ്പോഴത്തേക്കും നമ്മൾ നിമാൻസിൻ്റെ മുമ്പിൽ കാത്തിരുന്നുകൊണ്ട് അവർക്ക് വേണ്ടുന്ന ടോക്കൺ എടുത്ത് ഏത് സെക്ഷനിലാണോ കാണിക്കേണ്ടതെന്ന് നോക്കി ആ സെക്ഷനിൽ കാണിക്കേണ്ടത് വേണ്ടുന്ന എല്ലാ സഹായവും കാര്യങ്ങളും ചെയ്തു കൊടുത്ത്. അപ്പോൾ അവർക്ക് ഭാഷ അറിയില്ലെങ്കിൽ ഇപ്പോൾ 8 മണിക്ക് നമ്മൾ അവരോടൊപ്പം അകത്ത് കയറിയാൽ ചിലപ്പോൾ വൈകുന്നേരം 4-4:30 മണി വരെ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ അവർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവരെ വളരെ സന്തോഷത്തോടെ മടക്കുക എന്നുള്ളതാണ് നമ്മുടെ ശരിക്കും പ്രവർത്തനത്തിൽ ചുരുക്കം. സർ, എന്താണ് ഈ ഓർഗനൈസേഷന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വലിയൊരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ. നമ്മൾ ഓൾറെഡി നമ്മളൊരു റിഹാബിലിറ്റേഷൻ സെൻറ്ററിന് വേണ്ടി കേരളത്തിൽ തുടക്കം കുറിക്കുകയും അത് നല്ല രീതിയിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഫണ്ടിങ് പ്രോബ്ലം ഉള്ളത് കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് സാധിച്ചില്ല. പക്ഷെ നമ്മൾ ടൈഅപ്പുമായി ബന്ധപ്പെട്ട് വേറെ റിഹാബിലിറ്റേഷൻ സെൻ്ററുകൾ നമുക്കുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ സ്പൈനൽ കോഡ് ഇഞ്ചറി റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെയുള്ള കുറേ റിഹാബിലിറ്റേഷൻ സെൻ്ററുകളുണ്ട്. പക്ഷേ നമുക്ക് ഹാർട്ട് ബീറ്റ് ട്രോമ കെയറിന് സ്വന്തമായി ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ ഇല്ല എന്നുള്ളതാണ്. നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചറി റിഹാബിലിറ്റേഷൻ സെൻറ്റർ, അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് ഭിന്നശേഷി എന്നുള്ള ഡിഫറെൻ്റ് എബിലിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു റിഹാബിലിറ്റേഷൻ സെൻറ്റർ. കാരണം ഒരുപാട് കുട്ടികൾ നമ്മൾ നിമാൻസ് പോലെയുള്ള ഹോസ്പിറ്റലുകൾ വരുമ്പോൾ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. ഇവരുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ഈ കുട്ടികൾ വലുതാകുന്നതിനനുസരിച്ച് ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ, ഇതുപോലെയുള്ള കുട്ടികൾ ഇവരെ താമസിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഇതാക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്ത ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. പല മാതാപിതാക്കളുടെയും ഏറ്റവും വലിയൊരു വേദന എന്ന് പറയുന്നത് ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ കുട്ടികളെ ഇവിടെ നിർത്തും എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് കർണാടകയിൽ എവിടെയെങ്കിലും വലിയൊരു സ്ഥലം നമുക്ക് കിട്ടിയാൽ നമ്മൾ അതിന് വേണ്ടുന്ന ഒരു സംവിധാനം, കാരണം ഓൾറെഡി നമുക്ക് അതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്നും അതെങ്ങനെയാണ് നടത്തിക്കുന്നത് ഏകദേശം ഒരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ വന്നാൽ ആ കുട്ടികളെ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാനുള്ള ഒരു സംവിധാനം, അവർക്ക് ട്രീറ്റ്മെൻറ്റ് അടക്കം കൊടുക്കാനുള്ള സംവിധാനം, അതുപോലെ തന്നെ ആ കുട്ടികളുടെ മാതാപിതാക്കളിൽ ചിലപ്പോൾ അധികവും ഉമ്മമാരാണ് കൂടുതലുണ്ടാകും. അവർക്ക് മക്കളെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥ, അവർക്കൊരു യൂണിറ്റ് തന്നെ ആ ഒരു കോമ്പൗണ്ടിൽ ഉണ്ടാക്കുകയും അവർക്ക് എപ്പോഴും മക്കളോടൊപ്പം കഴിയാനും മക്കളെ ഓർത്ത് വേദനിക്കാതെ വളരെ സന്തോഷത്തോടെ ഈ ലോകത്ത് ഉടയതമ്പുരാൻ കൊടുത്ത ആ ഒരു സൃഷ്ടിയിൽ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ടിന് ഒരു വിഷമം കൊണ്ട് നടക്കാതെ അവരെ സഹായിച്ചും സപ്പോർട്ട് ചെയ്തും അവർക്ക് കൊണ്ടുവന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തും മുമ്പോട്ട് പോകാൻ പറ്റുന്ന വലിയൊരു റിഹാബിലിറ്റേഷൻ സെൻ്ററാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത്.